നമുക്കിടയിൽ ഒരുപാട് പേര് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രോസസ്സുകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരു മനസ്സിലുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ GST രജിസ്ട്രേഷൻ. അത് ആർക്കെല്ലാമാണ് നിർബന്ധമാകുന്നത്? അത് എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് എല്ലാവർക്കും നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ ചില ബിസിനസ്സുകൾക്ക് മാത്രമാണ് നിർബന്ധം? അത് ഏതെല്ലാം തരം രജിസ്ട്രേഷനുകളുണ്ട്? ഏതെടുക്കുന്നതാണ് നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായി മാറുന്നത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഉത്തരം എന്നിങ്ങനെയാണ് ഒരു ഇതോടു കൂടിയാണ് ഇതിലുള്ളൊരു ഉത്തരം എന്ന നിലയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം അത് കച്ചവടം ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധനങ്ങൾ വിറ്റ് വാങ്ങി വിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക്, അതായത് സാധനം വാങ്ങി വിൽക്കുന്ന സ്ഥാപനം എന്നാണോ അതിൻ്റെ ടേൺ ഓവർ, അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് എന്നാണോ അത് 40 ലക്ഷം കടക്കുന്നത്, ആ നിമിഷമാണ് ആസ് പെർ ദ GST ലോ അയാൾക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമാവുന്നത്. ഇൻ കേസ് സർവീസ് സെക്ടർ ആണെങ്കിൽ അത് 20 ലക്ഷമാണ് അവർക്ക് ആ ലിമിറ്റ് വരുന്നത്. എന്നാണോ അവരുടെ സർവീസ് സെക്ടർ ബില്ല് ഇഷ്യൂ ചെയ്തിട്ട് 20 ലക്ഷം കടക്കുന്നത്, ആ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ 20 ലക്ഷം കടക്കുന്നത് എന്നാണോ ആ സമയത്ത് അവർ GST രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. ചില ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അത് ഈ ടേൺ ഓവർ നോക്കാതെ തന്നെ, ഇവർക്ക് ഇത്ര സെയിൽ കടന്നിട്ടില്ലേ, 40 20, അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി സെയിൽസിലെ മാതിരി 10 20 20 ഇങ്ങനത്തെ ടേൺ ഓവർ നോക്കാതെ തന്നെ ചില ബിസിനസ്സുകൾക്ക് GST അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ GST രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാകുന്നുണ്ട്. അതായത് നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്നത്, അല്ലെങ്കിൽ കേരളവും തമിഴ്നാടും തമ്മിൽ സെയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ കൊമേഴ്സ് ഓപ്പറേറ്റർ, അല്ലാത്ത ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ്, അങ്ങനെ ഏതെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് എന്താക്കണം, ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ GST രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. അവർക്ക് ഈ ടേൺ ഓവർ ഒന്നും ബാധകമാവില്ല. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ GST രജിസ്ട്രേഷൻ രണ്ട് 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 ടൈപ്പ് രജിസ്ട്രേഷൻ ഉണ്ട്. ഒന്ന് കോമ്പോസിഷൻ രജിസ്ട്രേഷൻ ഉണ്ട്, റെഗുലർ രജിസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ നോർമലായിട്ട് എല്ലായിടത്തും കണ്ടുവരുന്നത്, എല്ലാവരും എടുക്കുന്നത് ഈ റെഗുലർ രജിസ്ട്രേഷൻ ആണ്. ഈ റെഗുലർ രജിസ്ട്രേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ GST പേ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഇൻപുട്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമർ സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിനോട് കളക്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നെറ്റ് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നെറ്റ് എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ റെഗുലറിൻ്റെ ഏറ്റവും വരുന്നത്. ഇത് 3 മാസം കൂടുമ്പം ഫയലിംഗ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ മന്ത്ലി ചെയ്യുന്നതും ക്വാർട്ടർലി, ഇങ്ങനെ രണ്ട് രീതിയിൽ ഫയലിംഗ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഓപ്ഷണലാണ്, മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് രജിസ്ട്രേഷനാണ് കോമ്പോസിഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് GST കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കാൻ പറ്റില്ല, കസ്റ്റമറോട് നമ്മൾ കളക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താക്കണം, നമ്മൾ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവറിന് മേലെ ഇത്ര പെർസെൻറ്റേജ്, ട്രേഡിംഗ് ആണെങ്കിൽ 1%, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് കേസൊക്കെ ആണെങ്കിൽ 5%, അല്ലെങ്കിൽ മറ്റ് സർവീസ് കേസ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അതൊക്കെ 6% നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചോളാം, നേരിട്ട് നമ്മൾ അടച്ചോളാം. അതായത് 1 ലക്ഷം രൂപയുടെ സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ 1% ആയിട്ട് നമ്മൾ എന്താക്കും, അതിൻ്റെ 1000 rupees അങ്ങനെ ഗവൺമെൻറ്റിലേക്ക് അടച്ചിടുക. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് കേസ് ആണെങ്കിൽ 5000 rupees നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക. അതിനെ നമ്മൾ എന്താക്കും, ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ കോമ്പോസിഷൻ രജിസ്ട്രേഷൻ നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ടേൺ ഓവർ മാക്സിമം 1.5 കോടിയുടെ മേലോട്ട് പോകുന്ന ഒരാൾക്ക് സെയിലുണ്ട്, 1.5 കോടിയുടെ മേലെ സെയിൽ ഉണ്ടെങ്കിൽ അയാൾക്കത് ആപ്ലിക്കബിൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ താഴത്തെ ടേൺ ഓവർ ഉള്ളവർക്ക് മാത്രമേ അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഏതൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്ന സമയത്തും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ഥാപനത്തിന്, ചില സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ബെനിഫിറ്റായി വരുന്നത് കോമ്പോസിഷൻ സ്കീമായിരിക്കും. ചില സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ബെനിഫിറ്റായി വരുന്നത് റെഗുലർ രജിസ്ട്രേഷൻ ആയിരിക്കും. റെഗുലർ ആകുമ്പോൾ നമ്മൾ പർച്ചേസിന് കൊടുക്കുന്ന GST ഇൻപുട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കസ്റ്റമറോട് കളക്ട് ചെയ്യാൻ പറ്റും. ചില സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ റെസ്റ്റോറൻറ്റ് കേസുകളൊക്കെയാണ് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഒരിക്കലും റെഗുലർ എടുക്കാതിരിക്കാൻ ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്കൊന്നും GST ഇല്ല, വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അത് റെഗുലർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനെ ചോദിച്ചിട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്താക്കുക, നമ്മളെ ടൈപ്പ് ഓഫ് GST രജിസ്ട്രേഷൻ നമ്മൾ തീരുമാനിക്കുക.